നെഞ്ചിരിച്ചെന്ന് പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ടുള്ള രോഗം തന്നെയാണ്, അവസ്ഥ തന്നെയാണ്. പക്ഷെ അത് നെഞ്ചിനെ ബാധിക്കുന്ന ഒരു രോഗമായിട്ടൊന്നും കാണേണ്ടതില്ല. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. അതായത് ഒരുതരം തീ കത്തി നെഞ്ചിലൂടെ ഇങ്ങനെ മുകളിലേക്ക് പടർന്നു കയറുമ്പോഴുള്ളൊരു ഒരു അനുഭവമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുക. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അന്നനാളവും അതേപോലെ തന്നെ ആമാശയവും തമ്മിലുള്ളൊരു ബന്ധത്തെ കുറിച്ചാണ്. നമ്മുടെ ആമാശയത്തിലെ ആസിഡ് ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ ശക്തമായിട്ടുള്ളൊരു രാസവസ്തുവാണ്. അത് അവിടെ ഇരിക്കേണ്ടതാണ്. എന്നാലേ ഈ ആമാശയത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു വാതിൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു പേശി, അതാണ് താഴത്തെ അന്നനാളത്തിന്റെ സ്ഫിങ്ക്റ്റർ മസിൽസിനെ, അതായത് നമ്മുടെ ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ എന്നാണ് പറയുന്നത്. ഈ വാതിൽ പോലെ നിൽക്കുന്ന ഈ ഒരു പേശി ഭക്ഷണം താഴേക്ക് പോകുമ്പോൾ അത് തുറക്കും. പിന്നെ ഇത് അടഞ്ഞ് ആസിഡ് മുകളിലേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിലനിർത്തും. നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് അതേപോലെ നിലനിർത്തും. അപ്പൊ നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകുമ്പോൾ ഈ പേശി ഉണ്ടല്ലോ, അത് ഈ വാതിൽ പോലെ പ്രവർത്തിക്കാവുന്ന പേശി ഉണ്ടല്ലോ, അത് വേണ്ടത്ര ടൈറ്റായിട്ട് അടയാതിരിക്കുക. അല്ലെങ്കിൽ എന്താണ്, ചില തെറ്റായ സമയങ്ങളിൽ ഈ വാതിൽ പോലെ തുറക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ആമാശയത്തില് നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് എന്താണ് തികറ്റിയിട്ട് നമ്മുടെ അന്നനാളത്തിലേക്ക് എന്തൊക്കെയാണ് വരും. ഇതിനെയാണ് നമ്മൾ എന്താണ് GERD എന്ന് പറയുന്നത്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ അന്നനാളത്തിലേക്ക് ആസിഡ് കയറുമ്പോൾ നമ്മൾ അന്നനാളത്തിനെതിരെ ചെറുക്കാനുള്ള കഴിവൊന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ആ നെഞ്ചിൽ എരിയുന്ന പോലെ, ബേണിംഗ് പോലെ, കത്തുന്ന പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇതിന് പല കാരണങ്ങളും ഈ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസിനുണ്ട്. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കും, എരിവുള്ള ഭക്ഷണം, എണ്ണമയുള്ള ഭക്ഷണം, പുളിയുള്ള പാനീയങ്ങൾ, അതേപോലെ സിട്രസ് കണ്ടന്റ് ഉള്ള ജ്യൂസുകൾ, ചോക്ലേറ്റ്, കഫീൻ എന്നിവയെല്ലാം ഈ ഒരു പേശിയാണ്, ആ ഒരു സ്ഫിങ്ക്റ്റർ മസിൽസിനെ ഒന്ന് അയവുള്ളതാക്കി മാറ്റാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ രാത്രി വൈകി ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കുന്നതും ഈ ഒരു GERDക്ക് കാരണമാണ്. ഈ ചെറിയ പ്രശ്നത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് വലിയ പ്രശ്നമായി മാറും. ഒന്നാമതായിട്ട് ഈ ആസിഡ് നിരന്തരം അന്നനാളത്തിൽ വന്ന് അവിടെ നിൽക്കുമ്പോൾ അവിടെ എറോഷൻസ്, അതായത് മുറിവുകൾ, പുണ്ണുകൾ ഉണ്ടാവും. അതിലും ഗൗരവമായി കാലക്രമേണ അന്നനാളത്തിന്റെ കോശങ്ങൾ തന്നെ രൂപം മാറാറുണ്ട്. ഇതിങ്ങനെ ആസിഡ് വന്ന് പോവാ, പുണ്ണുണ്ടാവുക, അങ്ങനെ കാലക്രമേണ എന്താണ് അതിലെ ഓരോ സെൽസുകൾക്കും എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ ബാരിക് ഈസോഫാഗസ് എന്നൊരു രോഗാവസ്ഥയ്ക്കാണ് അതിന്റെ പേര് വിളിക്കുന്നത്. അത് അപൂർവമാണെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ മറ്റ് കോംപ്ലിക്കേഷൻസിലേക്കും സങ്കീർണതകളിലേക്കും വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തുക, രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ആക്കുക, ഉറങ്ങുന്ന സമയത്ത് തലേന അല്പം ഉയർത്തി വെച്ച് കിടക്കുക, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. അതോടൊപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ വരുത്തിയ ചേഞ്ചുകൾ മുറിവേറ്റില്ല. ഈ ഉണ്ടാകുന്ന ഈ നെഞ്ചരിച്ച അല്ലെങ്കിൽ ഈ തീ ഉണ്ടല്ലോ, ഈ തീ കെടുത്താൻ എളുപ്പമാണ്. പക്ഷെ അതിനെ അവഗണിച്ച് ഒരു വലിയൊരു പ്രശ്നമായി മാറാൻ നമ്മൾ നിന്ന് കൊടുക്കാൻ വന്നു.